ശ്രീമതി ചോദിക്കുകയാണ്, വയനാട് MP വാ തുറക്കാത്തത് എന്ത്? വയനാട് MP എന്താ വാ തുറക്കാത്തത് എന്നാണ് ആര് ചോദിക്കുന്നത്? ശ്രീമതി ചോദിക്കുന്നത്. അതാണ് ഇതിന്റെ തമാശ. ഈ ശ്രീമതിയാണ്, മുപ്പത്തിന്റെ കയ്യിലാണ് ഇതുള്ളത്. ഏതുള്ളത്? മറ്റേ യന്ത്രം. ഈ യന്ത്രമുള്ള മുപ്പത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ വാ തുറക്കാത്തത് ചോദിക്കുന്നത്. അപ്പം പ്രിയങ്ക ചോദിക്കും, ശ്രീമതിയെ വാ, മറ്റേ യന്ത്രം കൊണ്ട് വാ, നമുക്കൊന്ന് പോയി നോക്കാം എന്നൊരു പക്ഷേ പ്രിയങ്ക ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിയങ്ക ശരിക്കും ചോദിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ വാ തുറക്കാത്തതിന് കാരണം ശ്രീമതി പോയിട്ട് ആ യന്ത്രമായിരുന്നു വാ, ബാലിനെയും കൂട്ടിക്കോ, ബാലിനെയും കൂട്ടിയിട്ട് ആ യന്ത്രം എടുത്തു വാ, എന്നിട്ട് നമുക്ക് ആരുടെ അടുത്ത് പോകാം? ഒന്ന് മാങ്കൂട്ടത്തിന്റെ അടുത്തുനിന്ന് പോകാം. മാങ്കൂട്ടത്തിന്റെ അടുത്ത് പോയി നമുക്കൊന്ന് പ്രവർത്തിച്ച് നോക്കാം. ഇപ്പൊ കാണാമല്ലോ നമുക്ക് ഇത് എന്താണ് യന്ത്രത്തിന്റെ പ്രവർത്തനം എന്നുള്ളത്, നമുക്കൊന്ന് കാണും കൂടി ചെയ്യാം എന്നൊക്കെ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ശ്രീമതി പ്രിയങ്കക്ക് അയച്ചിട്ടുണ്ട്. വയനാട് MP വാ തുറക്കാത്തത് എന്ത്? നിങ്ങൾ സ്ത്രീപക്ഷത്തോ അതോ റേപ്പിസ്റ്റ് പക്ഷത്തോ? എന്തൊരു ചോദ്യമാണെന്നറിയോ? നിങ്ങൾ സ്ത്രീപക്ഷത്താണോ അതോ റേപ്പിസ്റ്റ് പക്ഷത്താണോ എന്ന്? റേപ്പിസ്റ്റ് പക്ഷം, റേപ്പില് മാസ്റ്റർ ഡിഗ്രി നേടിയ ആൾക്കാരാണ്. ഒന്നും നമ്മളെ ഞാൻ ഓരോരാളുടെ ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. റേപ്പില് മാസ്റ്റർ ഡിഗ്രി നേടിയ, മൂക്കിന്റെ പാലം വരെ അടിച്ചു തെറിപ്പിക്കപ്പെട്ട ഒരു മന്ത്രി ഉണ്ട് നമുക്ക്. നല്ല സ്പീഡ് പോകുന്ന ഒരു മന്ത്രി ഉണ്ട്. പിന്നെ പൂച്ചക്കുട്ടിയുടെ കഥ നമുക്കറിയാം. അങ്ങനെ ഒരു മന്ത്രി ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നില്ല. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. നമ്മുടെ സഖാക്കന്മാർ മുഴുവനും സ്ത്രീപീഡകരായിരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ കോമാളികളുടെ പാർട്ടി എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് ലസിത നായരുടെ ഏറ്റവും വലിയ ഇന്നത്തെ ഏറ്റവും വലിയ തമാശ, ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെത് അതിതീവ്ര പീഡനം, മുകേഷിൻ്റെത് ചെറിയത് മറ്റേ കുതിരോട്ടപ്പപ്പ് പറഞ്ഞ മാതിരി, മെദിനെ ആ ചെറിയ സ്പാനർ ഇങ്ങനെ എടുക്കുന്ന പറഞ്ഞ മാതിരി, മുകേഷെ ആ ചെറിയ പീഡനം. അപ്പം ചെറിയ പീഡനത്തെ നമ്മൾ കണക്കാക്കാറില്ല. ചെറിയ പീഡനമൊക്കെ നമ്മൾ തള്ളി വിടുക ചെയ്യുക. അപ്പൊ മുകേഷിൻ്റെത് ചെറിയ പീഡനം, പി ശശിൻ്റെത് അതിനേക്കാളും ചെറിയ പീഡനം, PK ശശീന്ദ്രത് അതിനേക്കാളും ചെറിയ പീഡനം, AK ശശീന്ദ്രൻ്റെത് അത് പിന്നെ പൂച്ചക്കുട്ടി പീഡനം, മറ്റേ ഗണേഷിൻ്റെത് അത് പിന്നെ എന്താ പറയുക, അത് പറയാൻ വാക്കുകളില്ല കേട്ടോ. അത് പറയാൻ വാക്കുകളില്ല. അടിപിടി പീഡനം. പിന്നെ വേണ്ട ഞാൻ അവിടെ വെച്ച് നിർത്തി. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പീഡനം എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, മനസ്സിൽ കാണുക കേട്ടോ. ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി അവസാനമായി വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ യന്ത്രം പുറത്തു വിടണം. ആ യന്ത്രം, ശ്രീമതിയുടെയും ബാലന്റെയും കയ്യിലുള്ള തീവ്രത അളക്കുന്ന യന്ത്രം നിങ്ങൾ പൊതുസമക്ഷം ഹാജരാക്കണം. എന്നിട്ട് ഇതിന്റെ ഒരു പ്രവർത്തനം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഈ യന്ത്രം കൊണ്ട്, ഈ യന്ത്രം ഒരു പക്ഷെ കേരളത്തിന്റെ ഒരു സാമ്പത്തികമായ പരാധീനത മാറ്റാൻ ഒരു പക്ഷേ ഈ യന്ത്രം ഉപകരിച്ചേക്കും. ഈ ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള പരിപാടിയല്ല. അമേരിക്കയിൽ വരെ പഴയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ബിൽ ക്ലിന്റന്റെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ട്രംപും വലിയ മോശക്കാരനൊന്നുമില്ല. അവിടെയും വേണം. അമേരിക്കയിൽ പോലും അങ്ങനെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തണം. അമേരിക്ക പോലും കേരളത്തിൽ നിന്ന് ശ്രീമതിയുടെയും ബാലന്റെയും എന്താ പറയാ, അവർ രൂപകൽപ്പന ചെയ്ത കാരണഭൂതത്തിന്റെ നേതൃത്വത്തിൽ ഗോവിന്ദന്റെ ഒരു മൂശയിൽ ചാലിച്ച ഈ യന്ത്രം ഏത് യന്ത്രം? പീഡനമാപിനി. ഈ പീഡനമാപിനി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ യന്ത്രത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് എനിക്കുള്ള ഒരു ഇത്. അപ്പൊ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ആകെ 3-4 മാസമല്ലേ ഉള്ളൂ. 3-4 മാസം മതി. ഇതിനൊന്നും വലിയ താമസമൊന്നുമില്ല. നമുക്ക് ഈ 3-4 മാസം കൊണ്ട്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് പിണറായി ശ്രദ്ധിക്കണം, KN ബാലഗോപാൽ ശ്രദ്ധിക്കണം, വ്യവസായ മന്ത്രി P രാജീവ് ശ്രദ്ധിക്കണം. ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ യന്ത്രം 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് യന്ത്രങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ലോക വിപണിയിൽ വിറ്റഴിക്കണം കേട്ടോ. അങ്ങനെയാണ് ഡോളർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു 3-4 മാസം കൊണ്ട് കേരളത്തെ കുതിച്ചുയരുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട്, ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായി കേരളത്തെ ഉയർത്തണം. അങ്ങനെ ഉയർത്താൻ
പറ്റാവുന്ന ഒരു യന്ത്രമാണ്. നമ്മളിങ്ങനെ തുരുമ്പ് പിടിപ്പിച്ച് നശിപ്പിക്കരുത് കേട്ടോ. വേദന കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് അതിന്റെ മൂല്യം അറിയാത്തത് കൊണ്ടാണ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് നിങ്ങൾ വളരെ കൂട്ടായിട്ടൊരു തീരുമാനമെടുക്കണം, നിവേദനം സമർപ്പിക്കണം, കാരണഭൂതത്തോട് പ്രത്യേകിച്ച് പറയണം ഈ ഒരു യന്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ നാട് ഈ ഒരു യന്ത്രം കൊണ്ട് അറിയപ്പെടട്ടെ. ഇനി മുതൽ അങ്ങനെയായിരിക്കണം അറിയപ്പെടേണ്ടത്. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഈ പീഡന യന്ത്രം വികസിപ്പിച്ചെടുത്ത മഹാരാജാവ് എന്ന് പറയുന്ന ഒരു ഖ്യാതിയോടെ പിണറായി നീണാൾ വാഴട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. ദൈവമേ, ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നേ. അതായത് സി പി എമ്മിലെ കോമാളികൾ ആരൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു കണ്ടെത്തല് CPM-ലെ കോമാളി ചീഫ് എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. കാരണം പാർട്ടി സെക്രട്ടറിയുടെ ഈ സമീപകാലത്തെ അല്ല, ഈ കുറെ പിന്നോട്ട് പോയാൽ തന്നെ ഗോവിന്ദന്റെ ചേഷ്ടകള്, ഗോവിന്ദന്റെ ബോഡി ലാംഗ്വേജ്, ഗോവിന്ദന്റെ പ്രകടനങ്ങള്, ഗോവിന്ദന്റെ കമന്റുകള്, ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാതെ വയ്യ. ഏറ്റവും അവസാനം ഗോവിന്ദൻ പറഞ്ഞ്, ഞാൻ ഇതിലേക്ക് വരട്ടോ. ഒപ്പം നിങ്ങൾ കേട്ട ഓഡിയോയിലേക്ക് ഞാൻ വരാം. ആ ചിരി ഒന്ന് നന്നായി ചിരിക്കണമെങ്കിൽ ആദ്യം തന്നെ ഗോവിന്ദന്റെ കാര്യം ഒന്ന് കേൾക്കണേ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് CPM-കാരാണ് കേട്ടോ. CPM-കാരാണ്. നമ്മൾ കേട്ടാ വിചാരിക്കും CPM എന്ന് പറയുന്ന പാർട്ടി ഇത്ര സംശുദ്ധമായ പാർട്ടി ലോകത്തിൽ വേറെ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കട്ടോ. ഇത്ര സംശുദ്ധമായ പാർട്ടി. കാരണം പീഡനം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കണം, സ്ത്രീകളോട് ആദരവ് പ്രകടിപ്പിക്കണം, സ്ത്രീകളെ നമ്മൾ ഒരിക്കലും പീഡിപ്പിക്കരുത് എന്നൊക്കെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക പാർട്ടി ഏതാണെന്നറിയോ? CPM ആണ്. കാരണം പാർട്ടിയിലെ ഒരു മുൻ MLA-യുടെ മകളെ പീഡിപ്പിച്ചതിന്, ഒരു DYFI നേതാവിന്റെ ഭാര്യയെ പീഡിപ്പിച്ചതിന് പാർട്ടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ എലീന്റെ വാലൊക്കെ പിടിച്ചുകൊണ്ട് തൂക്കി എറിഞ്ഞ ഒരു മാന്യനാണ് ഇപ്പം പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അറിയുമോ സഖാവേ? അല്ലേ, സഖാവേ എന്ന് ഞാൻ വിളിക്കുന്നില്ല കേട്ടോ. സഖാവേ എന്നൊക്കെ ഏറ്റവും ആദർശ ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കേണ്ടതാണ് സഖാവേ എന്ന് കേട്ടോ. പക്ഷേ ഈ അന്തം കമ്മികളെ, അങ്ങനെ വിളിക്കാം, അന്തം കമ്മികളെ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് കണക്കെടുത്തോ. PK ശശി അല്ലേ? PK ശശി ഇപ്പോഴും KTDCയുടെ ചെയർമാനാണ്. PK ശശി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നും PK ശശിയെ നീക്കിയിട്ടില്ല കേട്ടോ. PK ശശിയുടെ തീവ്രതയാണ് അളന്നത്. PK ശശിയുടെ തീവ്രത, പീഡനത്തിന്റെ തീവ്രത അളക്കാൻ പോയ 2 മുതലുകളാണ് ശ്രീമതി ടീച്ചറും ബാലൻ സഖാവും. അങ്ങനെ ശ്രീമതി ടീച്ചറും ബാലൻ സഖാവും PK ശശിയുടെ തീവ്രത എങ്ങനെയാണ് അളക്കുക എന്ന് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്നറിയോ? ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സംശയം. കാരണം ഈ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന യന്ത്രം അത് ശ്രീമതി ടീച്ചറിയും ബാലന്റെയും കയ്യിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ യന്ത്രം ഇത് വലിയൊരു ലോകോത്തര അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സാധനമുണ്ട്. ലോകത്ത് ഇങ്ങനെ ഒരു യന്ത്രം ലോകത്തില്ല. ലോകത്താദ്യമായിട്ടും അവസാനമായിട്ടുമാണ് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന യന്ത്രം CPM കണ്ടുപിടിച്ചത്. അത് സംബന്ധിച്ച് ഒരു ലോകവ്യാപകമായിട്ട് തന്നെ ഒരു പ്രചാരണം നടത്തണ്ടേ? ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിൽ പിണറായി സർക്കാരാണ് ലോകത്താദ്യമായിട്ട് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന യന്ത്രം കണ്ടുപിടിച്ച മുതലുകളാണ് CPM-കാർ കേട്ടോ. അങ്ങനെ ലോകത്ത് ഒരു രാഷ്ട്രവുമില്ല, ഒരു രാജ്യവുമില്ല. ചന്ദ്രനിലേക്കൊക്കെ നമ്മൾ ആളെ വിട്ടുക്കുന്ന അല്ലെങ്കിൽ അതിന് അങ്ങേപ്പുറത്തേക്ക് പോയി പര്യവേക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ
പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന യന്ത്രം അത് എവിടെയാണ് ഫിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് പ്രയോഗിക്കുക എന്നൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച. ഇതെങ്ങനെയാണ് ഇതിന്റെ അളവ് നിശ്ചയം പി കെ ശശിയുടെ പീഡനത്തിന് തീവ്രത കുറഞ്ഞു എന്ന് പറയുമ്പോൾ തീവ്രത കുറയാനുള്ള കാരണം എന്താണ്? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ അലമ്പാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ വിവിധ ചർച്ചകളിൽ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനെപ്പറ്റി CPM-ന്റെ ഈ തീവ്രതാ യന്ത്രം, തീവ്രത വിശകലന യന്ത്രം അല്ലെ, പീഡന തീവ്രത മാപിനി അങ്ങനെയൊക്കെ പറയാം. തീവ്രത മാപിനി അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയാം. അങ്ങനെ അതിനെ പറ്റിയിട്ടാണ് ചർച്ച. അത് നടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഗോവിന്ദ മാഷിലാണല്ലോ തുടങ്ങിയത്. അപ്പൊ ഗോവിന്ദ മാഷ് എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. പഴയ ഒരു ശീലത്തിന്റെ ഭാഗത്തിട്ട് ആ മനുഷ്യനെ മാഷ് എന്ന് വിളിക്കല്ല. മാഷുമാർക്ക് മുഴുവൻ അപമാനമാണ്. സോറി ലോകത്തിലുള്ള എല്ലാ ഗുരുനാഥന്മാരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഗോവിന്ദൻ മാഷ് എന്ന് വിളിച്ചു പോയതിന് ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ പീഡന പരാതിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയോ? അതായത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, അതായത് ഇയാൾ പറഞ്ഞാൽ ഇപ്പൊ രാജിവെക്കണം ആകെ നാണക്കേട് എന്ന് പറഞ്ഞാൽ ബഹളം കൂട്ടിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, അല്ല മുകേഷിന്റെ കാര്യം. മുകേഷ് എന്ന് പറഞ്ഞ് ഇതേപോലെ ഇത് വെറും പരാതിയെ വന്നിട്ടുള്ളൂ, പരാതിയും കേസും ആയിട്ടുള്ളൂ. ഇത് കോടതിയിലൊന്നും പോയിട്ടില്ല. മറ്റേത് കോടതിയിൽ പോയി വിചാരണ ഘട്ടത്തിലാണ് മുകേഷിന്റെ പരാതി. ആ മുകേഷ് MLA ആയി തുടരുകയാണ്. സ്വന്തം പാർട്ടിയില് സ്വന്തം MLA ഈ പീഡനത്തിന്റെ എന്താ പറയാ, പീഡനത്തിന്റെ ഉസ്താദ് ബിരുദം കരസ്ഥമാക്കിയിട്ട് മൂപ്പരിങ്ങനെ MLA ആയി ഇങ്ങനെ വിരാജിക്കുകയാണ്. അപ്പോഴാണ് സാധാരണ രീതിയിൽ ഇമ്മാതിരി ആൾക്കാരൊന്നും ഈ പ്രതികരിക്കാൻ പോകില്ല. അങ്ങനെയല്ല, ബോധവും വിവരമുള്ള ആൾക്കാര്, അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാര് തങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും വലിയ പീഡകന്മാരെന്ന് മനസ്സിലാക്കിയാൽ ഇവര് പിന്നെ ആരാന്റെ അങ്ങേപ്പുറത്തുള്ള ആളുടെ പീഡനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോകുമോ? ഉളുപ്പുള്ള ആൾക്കാർ പോകും. ഇത് അതിന് ഉളുപ്പില്ലാത്ത വക തോലിക്കട്ടിയുള്ള വക എന്ന് പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ്സുകാരുടെ ഇങ്ങനെ ഒരു പാർട്ടി ലോകത്തുണ്ടാവും കേട്ടോ. ഇത് എന്താ പറയാ, അതായത് ഒരു പരാതി വന്നില്ലാന്നേ, ഒരു പരാതിയും പോലീസിലേക്ക് അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലേക്ക് ഒരു പരാതിയും വരുന്നതിന് മുമ്പ് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. പിന്നെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ആകെയുള്ളത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ട MLA ആണെന്നേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാർട്ടിക്ക് പറ്റില്ല. അത് മറ്റേ രാഹുൽ മാങ്കൂട്ടം തന്നെ വിചാരിക്കണം. ഇനിയിപ്പോൾ ഉള്ളത് പാർട്ടിന് പുറത്താക്കുക. ഇപ്പൊ സസ്പെൻഷനിലാണ്, പുറത്താക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം കൂടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്താക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുതലുകള് ഇവരുടെ സ്വന്തം ആസ്ഥാന ഗായക എന്നൊക്കെ പറയുന്ന പോലെ ആസ്ഥാന പീഡകന്മാരുണ്ട് ഇവർക്ക്. ഈ ആസ്ഥാന പീഡകന്മാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്ന, പി ശശി കേട്ടോ, രണ്ട് ശശിമാര് മാറിപ്പോവുകയാണ്. പി ശശി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മന്ത്രിമാർ വരെ ഇത്തരത്തിലുള്ള പീഡകന്മാരാണ്. പരമാതിരി പീഡകന്മാർ. ചിലത് ഗാർഹിക പീഡനമൊക്കെയാണ് കേട്ടോ. ഭാര്യയെ ഇങ്ങനെ മുൻ ഭാര്യയെ കൂമ്പിലിട്ടിടിച്ചത് 50 റുപ്യ കൊടുത്താൽ പാളയം മാർക്കറ്റിൽ നിന്നെക്കാൾ നല്ല സാധനങ്ങളെ കിട്ടും എന്ന് പറഞ്ഞത് അങ്ങാരി മുതലുകളൊക്കെ ഉള്ള പാർട്ടിയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ വരുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ഗോവിന്ദനോട് ചോദിച്ചതാണ് മുകേഷിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയും മുകേഷ് പീഡിപ്പിച്ചത് സിനിമാ നടിയല്ലായിരുന്നു. അങ്ങനെയാണ് മുമ്പ് ചോദിച്ചത്. മുകേഷ് പീഡിപ്പിച്ചത് സിനിമാ നടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാലകത്തി വെച്ച് കൊടുക്കുന്ന ഒരു സാധനമാണോ സിനിമാ നടി എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചോദിച്ചതാണ്. വീണ്ടും ചോദിച്ചു പോവുകയാണ്. ഈ പൊട്ട മനുഷ്യനോട്, ഈ അത്തമ്മ മനുഷ്യനോട് ചോദിക്കേണ്ടി വരുന്നതിൽ വിഷമുണ്ട്. സിനിമാ നടി ആയതുകൊണ്ട് എല്ലാവർക്കും കയറി മേയാമെന്നാണോ ഈ ഗോവിന്ദ നിന്റെ വിചാരം? അതുപോട്ടെ, ഗോവിന്ദൻ നേരത്തെ പറഞ്ഞു, ഞാനതാ പറഞ്ഞത്. ഗോവിന്ദൻ എന്ന് പറയുന്നതാണ് കോമാളികളുടെ ചീഫ് അല്ലെ, കോമാളികളുടെ ചീഫാണ്, കോമാളികളുടെ നേതാവാണ് ഇയാള് ആര്, ഗോവിന്ദൻ. ഞാനിപ്പോ നിങ്ങൾക്ക് കേൾപ്പിച്ചത് വേറൊരു കോമാളിപ്പെട്ട, അതായത് കോമാളി എന്നുള്ളത് എന്താ പറയാ, പുല്ലിംഗമായതുകൊണ്ട് അതിന്റെ സ്ത്രീലിംഗം എന്താ പറയാ, കോമാളിയുടെ സ്ത്രീലിംഗം കോമാളിനി എന്ന് വേണം പറയാം അല്ലെ, കോമാളിനി അങ്ങനെ വേണം പറയാം.
ഈ കോമാളിനികളും ഒരുപാടുണ്ട് പാർട്ടിയിലെ. അതിൽപ്പെട്ട ഒരു കോമാളിനിയാണ് നേരത്തെ ആ ഓഡിയോ കേട്ടല്ലോ, വീഡിയോ കണ്ടല്ലോ. ആ, അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഏത് മുകേഷിന്റേത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് ഒരു സ്ത്രീ പത്രസമ്മേളനം നടത്തുകയാണ്. ഒരു സ്ത്രീ ഇന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയതാണ്. ഈ സ്ത്രീയുടെ പേര് ലസിത നായർ എന്നാണ്. ലസിത നായർ എന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ CPM-ന്റെ വനിതാ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉന്നത പദവിയിലിരിക്കുന്ന CPM-ന്റെ വനിതാ നേതാവ് വന്നിരുന്ന് പറയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന്. ഇതാണ് നേരത്തെ ശിവൻകുട്ടിയും പറഞ്ഞത്. ശിവൻകുട്ടിയും പറഞ്ഞത് അതാണ്. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയോട് ഇത് ചോദിച്ചു. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞത് എന്താണ്? മുകേഷിന് അങ്ങനെ ഒരു കേസ് ഉണ്ടോ? മുകേഷിന് അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്നാണ് ഈ ശിവൻകുട്ടി ചോദിച്ചു. ഇയാൾക്ക് എന്താ ബോധം ഇവരൊക്കെ നഷ്ടപ്പെട്ടോ ശിവൻകുട്ടിക്ക്? ഒന്ന് എന്തെങ്കിലും നമുക്ക് കേട്ടാൽ വിശ്വസനീയമായ എന്തെങ്കിലും സാധനം പറയണ്ടേ? അതിന് പകരം മുകേഷിന് പീഡന കേസുണ്ടോ എന്ന് ചോദിച്ച ശിവൻകുട്ടിയെ പോലെ ഈ അമ്മ പത്രസമ്മേളനത്തിൽ പറയുന്നത് അത് പീഡനമല്ല. ഏത് മുകേഷ് നടത്തിയത് പീഡനമല്ല, അതിന് തീവ്രത കുറവാണ്. മറ്റേത് അതാണ് ആദ്യം തന്നെ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ലസിത നായർ എന്ന് പറയുന്ന ഈ മുതല് പറഞ്ഞത്, ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് പറഞ്ഞത് അതിതീവ്ര പീഡനം എന്നാണ്. അതിതീവ്ര പീഡനം ആദ്യമായിട്ട് CPM അങ്ങനെ ഒരു ടേം കൂടി വരുത്തുകയാണ് കേട്ടോ. നേരത്തെ തീവ്രത കൂടിയത് തീവ്രത കുറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞുകൊണ്ട്. തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം. ഇതാ മൂന്നാമതൊരു സ്റ്റേജ്, അതിതീവ്ര പീഡനം. ഇത് അതിതീവ്ര പീഡനമാണ്. ആരത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം അതിതീവ്ര പീഡനമാണ്. മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞ പീഡനമാണ്. അതിലെ പീഡനം എന്ന് തന്നെ അതിന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? ഞങ്ങളെ സഖാക്കന്മാര് പീഡിപ്പിച്ചാൽ തീവ്രത വളരെ കുറവ്, ഇതൊന്നും ഞാനേ ഇത് പാർലമെന്ററി പ്രയോഗം അല്ലാത്തോണ്ട് ഞാൻ പറയാത്തതാണ് കേട്ടോ. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകില്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞങ്ങൾ സഖാക്കന്മാർ എത്രയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും തീവ്രത കുറവേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങളാകെ ദുർബലരാണ്. ഞങ്ങൾക്ക് പീഡിപ്പിച്ചാൽ ദുർബല പീഡനം. കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല, അവര് പീഡിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിതീവ്ര പീഡനമാണ് എന്ന് ലസിത നായർ എന്ന് പറയുന്ന മുതൽ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതാകെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമായിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഈ പാർട്ടിയിൽ മുഴുവൻ കോമാളികളാണെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിളിച്ച ഈ കോമാളികളുടെ ലിസ്റ്റൊക്കെ തരാൻ തുടങ്ങി കേട്ടോ. കോമാളികളുടെ ലിസ്റ്റിൽ ഈ കോമാളിനി ഇല്ലട്ടോ. ഏത് കോമാളിനി? ഈ പറയുന്ന ലസിത നായർ. ആ ലസിത നായരാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ലസിത നായർ അവിടെ കിടക്കട്ടെ. മറ്റൊന്ന് ശ്രീമതി ടീച്ചർ. വേണ്ട, ഈ ശ്രീമതി ടീച്ചർ, ഗോവിന്ദൻ മാഷ്, ശൈലജ ടീച്ചർ, ഇറ്റിങ്ങളെയൊക്കെ പേര് വിളിക്കുമ്പോൾ ടീച്ചറും മാഷും ഇങ്ങനെ കയറി വരികയാണല്ലോ. PK ശ്രീമതി എന്ന് പറയുന്ന CPM-ന്റെ മുൻമന്ത്രി വനിതാ നേതാവൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം കേട്ടോ. പ്രിയങ്ക ഗാന്ധി ഇരയുടെ പക്ഷത്ത് നിലകൊള്ളുമോ എന്ന ചോദ്യമാണ് മുൻ MP കൂടിയായ PK ശ്രീമതി ഉന്നയിക്കുന്ന ചോദ്യം. പ്രിയങ്ക ഗാന്ധി ഇരയുടെ ഭാഗത്താണോ? ഈ കേസിലെ രാഹുൽ മാങ്കൂട്ടവുമായി ഉള്ള കേസില് ഇര ആര് എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ആ പെൺകുട്ടിയാണോ, ആ യുവതിയാണോ ഇര, അതല്ലെങ്കിൽ ആ യുവതിയുടെ ഭർത്താവാണോ ഇര, തുടങ്ങിയ ഒരുപാട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമാണോ ഇര, തുടങ്ങിയ കൺഫ്യൂഷനിലാണ് ആകെ പൊതുസമൂഹം കേട്ടോ. ഇപ്പൊ കോടതി ഇപ്പൊ നാളത്തേക്കാണ് മുൻകൂർ ജാമ്യാപേക്ഷ അത് വിധി പറയാൻ മാറ്റിവെച്ചത് കേട്ടോ. ഇതൊരു ചെറിയ കേസായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വളരെ എളുപ്പം സാധാരണ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യത്തിനൊന്നും ഇങ്ങനെ വിശദമായ 1.5 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ വെച്ചിട്ടാണ് ഈ ജഡ്ജി ഈ മുൻകൂർ ജാമ്യാപേക്ഷക്കുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ആയുള്ള ഈ വിചാരണ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വാദം, ഈ പ്രോസിക്യൂഷനും ഈ അഭിഭാഷകനും, ആരുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെയും വാദങ്ങൾ കേട്ടത് ഏതാണ്ട് 2 മണിക്കൂറോളമാണെന്നാണ് പറയുന്നത്. ഈ 2 മണിക്കൂറോളം വാദമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നാളത്തേക്ക് വെച്ചിരിക്കുകയാണ് തുടർവാദം.
തുടർവാദം. ഇനി നാളെ തന്നെ വിധി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം സാധാരണ രീതിയിൽ ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് വലിയ ഈ തരത്തിലുള്ള നിയമ പരിജ്ഞാനമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഒരു പത്രപ്രവർത്തക ഒരു മേഖലയിൽ ഒരുപാട് കാലം ജോലി ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയത് സാധാരണ രീതിയിൽ ഈ ജാമ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് സാധാരണ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കാറില്ല ഈ ജഡ്ജിമാരൊന്നും. കേസിന്റെ മെറിറ്റിലേക്ക് നോക്കിയിട്ടൊന്നല്ല ജാമ്യം കൊടുക്കുക. ജാമ്യം കൊടുക്കുന്ന ഒരു പരിധി വരെ ഈ ജഡ്ജിയുടെ ഒരു വിവേചന ഒരു അധികാരത്തിന്റെ രീതിയിലാണ് ജാമ്യമൊക്കെ കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാമ്യം കിട്ടുമോ ഇല്ലയെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ഇത് ജാമ്യം കിട്ടേണ്ട ഒരു കേസാണ്. പക്ഷേ ജഡ്ജിയുടെ ഒരു വിവേചന അധികാരം ഉപയോഗിച്ചാണ് ചിലപ്പോൾ ജാമ്യം കൊടുക്കാം, ജാമ്യം കൊടുക്കാതിരിക്കാം. ഇവിടെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നേരെ അടുത്ത കോടതിയിലേക്ക് പോകാം. അതും കിട്ടിയില്ലെങ്കിൽ അതിന്റെ മേലെ കോടതികൾ ഒരുപാട് മേലേക്ക് ഉണ്ടല്ലോ, ഒക്കെ പോകാം. അപ്പൊ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു ജാമ്യ അപേക്ഷ നിരസിക്കുകയോ ജാമ്യം അനുവദിക്കുകയോ രണ്ടും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജി ആകെ കൺഫ്യൂഷനിലാണ്. എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് ഈ കേസ്, വളരെ സങ്കീർണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വളരെ കൃത്യമായി പറയുന്നു, ഇത് CPM-ന്റെയും BJP-യുടെയും കരുതിക്കൂട്ടി എന്റെ കക്ഷിയെ ചതിച്ചതാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഇയാള് ഈ അഭിഭാഷകൻ ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളുണ്ടല്ലോ, ഒന്ന് ഈ ഓഡിയോ, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പീഡനവുമായി ബന്ധപ്പെട്ടല്ല ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓഡിയോ ശബ്ദരേഖകൾ വിവിധ ചാനലുകൾക്ക് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. നമ്മളൊക്കെ കേട്ടതാണല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്കപ്പുറം തന്നെ ഇതൊക്കെ TV ചാനലുകളിലൂടെ നാടുമുഴുവൻ കേൾപ്പിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായും ഇത് രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കാനല്ല എങ്കിൽ ഇങ്ങനെ TV ചാനലുകളുടെയാണോ ഈ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുക? മാത്രമല്ല ഈ 3 മാസം മുമ്പ് ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചിട്ട് ആ SIT നാടുനീളെ തെരഞ്ഞിട്ട് പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെയൊന്നും പരാതി കൊടുത്തില്ല. അക്കാലത്ത് തന്നെ ഈ പെൺകുട്ടിയെ കണ്ട് പരാതി തരാൻ വേണ്ടി നിർബന്ധിച്ചു, അപ്പോഴൊന്നും പരാതി കൊടുത്തില്ല. അവസാനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കത്തി കയറുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായി പാലക്കാട്ട് ഈ ഇലക്ഷൻ പ്രചാരണവുമായി മുന്നേറുമ്പോഴാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നത്. എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വ്യക്തമാകുന്ന എന്താണ്? ഇത് കരുതിക്കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തെ ചതിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. പുറത്തുനിന്നുള്ളവരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെയാണ്. അതാണ് സത്യം എന്നൊന്നല്ല പറയുന്നത് കേട്ടോ. സത്യമാർക്ക് നമുക്കൊന്നും അറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ രണ്ട് ഏറ്റവും വലിയ 2 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ബലാത്സംഗം കഥ ആദ്യം തന്നെ പൊട്ടിപ്പോകും. കാരണം ഒരു ബലാത്സംഗം, പിന്നെ വീണ്ടും ബലാത്സംഗം, പിന്നെ ബലാത്സംഗത്തോട് ബലാത്സംഗം. അപ്പൊ ഈ പെൺകുട്ടി എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൊന്നില്ല. അപ്പൊ ഈ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ തവണയും ബലാത്സംഗം, ഗർഭിണിയായിട്ടും ബലാത്സംഗം, പിന്നെയും ബലാത്സംഗം, ഇതിനൊന്നും ഒരു തെളിവുകളും ഇല്ലാതെ ബലാത്സംഗം. പിന്നെയാണ് ഈ നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്നത്, അത് പൊട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗുളിക കൊണ്ട് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സുഹൃത്താണ് കൊണ്ട് കൊടുക്കുന്നത്. ഈ പെൺകുട്ടി ഒറ്റക്കാണ്, പെൺകുട്ടി തനിയെയാണ് ഗുളിക പെൺകുട്ടി തന്നെയാണ് കഴിക്കുന്നത്. ഇത് ഗർഭ അലസിപ്പിക്കാനുള്ള ഗുളികയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി അത് കഴിക്കുന്നത്. അപ്പൊ നിർബന്ധിത ഗർഭചിത്രം എന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറെ കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തെ ചതിയിൽപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി തകർക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രമല്ല കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസിന്റെ യുവ നിരയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു മൊറാലിറ്റിയെ ആകെ തകർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കോൺഗ്രസ്സുകാർ എവിടെ കണ്ടാലും ഇത് പീഡനത്തിന്റെ ആൾക്കാരാണല്ലോ, പീഡനത്തിന്റെ പാർട്ടിയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അമ്പലക്കള്ളന്മാരുടെ പാർട്ടിയെന്ന്. CPM-നെ ചൂണ്ടിക്കാട്ടിയിട്ട്, CPM സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇത് അമ്പലക്കള്ളന്മാരുടെ പാർട്ടിയല്ലേ എന്ന് ചോദിച്ച പോലെ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ ഇത് പീഡകന്മാരുടെ പാർട്ടിയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു ഗൂഢശ്രമമല്ലേ എന്നുള്ളത് സ്വാഭാവികമായും സംശയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കോടതി പോലും ഈ നാളെയും വിചാരണ തുടരുകയാണ്, നാളെയും ഈ വാദം തുടരുകയാണ്. അങ്ങനെയാണ് കേസിന്റെ പോക്ക് കിട്ടും.